ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ എന്നോട് ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരുമോ എന്നൊക്കെ കുറേ ചോദിച്ചില്ലേ. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അമ്മ UAE ഇവിടെ എൻ്റെ കൂടെ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. അപ്പോൾ അമ്മ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്പിയും അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അമ്മ സ്പെഷ്യൽ ഉണ്ണിയപ്പം. അമ്മ, ഉണ്ണിയപ്പത്തിന്റെ സംഭവങ്ങളൊക്കെ റെഡി ആയോ? റെഡി ആയിക്കൊണ്ടിരിക്കുക മോനെ. നമുക്ക് നോക്കിയാലോ, തുടങ്ങിയാലോ, എല്ലാവർക്കും കാണിച്ചു കൊടുത്താലോ? ഓക്കെ, റെഡി. ആദ്യമായിട്ട് പച്ചരി, നല്ല പച്ചരി നല്ലവണ്ണം 2-3 പ്രാവശ്യം കഴുകി അരിപ്പയിൽ ഊറ്റി വെച്ച് വെള്ളം പോകാൻ വേണ്ടി, വെള്ളം വാർത്തെടുക്കാൻ വേണ്ടി, നല്ലവണ്ണം വെള്ളം വാർത്തെടുക്കാൻ വേണ്ടി അറ്റി വെച്ച് ഒരു 6 മണിക്കൂർ പച്ചരി കുതിർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് വെച്ച് ഇനി അതിന് കുഴിയപ്പത്തിൽ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് പിന്നെ തേങ്ങാക്കൊത്ത്, എള്ള്, പിന്നെ ഏലക്ക, പിന്നെ മൈദ, കുറച്ച് പഞ്ചസാര, ശർക്കര, മെയിൻ സാധനം ശർക്കര. ഇനി ശർക്കര ആദ്യം തന്നെ ശർക്കര ഉരുക്കുകയാണ്, കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര. ഇനിയിപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് അരി മിക്സിയിൽ ആട്ടാം. അതിലേക്ക് ശർക്കര ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടോട് കൂടി നമ്മൾ അരിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. മിക്സി ജാറിൽ നല്ല ചൂടോട് കൂടി കുറച്ച് ശർക്കരയും കൂട്ടി അരി അരച്ച് കുറച്ച് അതിൽ വയ്ക്കുക. കുറച്ച് ജാറിൽ വെക്കുക. മൈദ 2 സ്പൂൺ മൈദ, എത്ര മതി, കുറച്ചും കൂടി ശർക്കര പനി വയ്ക്കുക. പിന്നെ മൈസൂർ പഴം കിട്ടില്ല ഇവിടെ, റോബസ്റ്റായി ഈ പഴമാണ് ഇവിടെ കിട്ടുക. ദുബായിൽ ഇവിടെ ഇതാണ് കിട്ടുക. വേഗം അടിഞ്ഞ് കിട്ടും. കൈ ഒരല്ലുണ്ട്, മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അടിയുന്നില്ല. അപ്പോൾ അമ്മ ഒന്ന് ചതച്ചിട്ട് ഒരലിൽ ചതച്ച് 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ചതച്ചെടുക്കുക. ഇട്ട് പഴം ഇട്ട് ഏലക്കായ ചതച്ചതിട്ട് ഗോതമ്പ് പൊടി 1 സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്ത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. പഴവും ഗോതമ്പ് പൊടി, മൈദപ്പൊടി, ഏലക്കായും എല്ലാം കൂടി മിക്സിയിൽ അടിച്ചത് നമ്മൾ ആദ്യം അരി അരച്ച് ഇതിലൊഴിച്ചിട്ടില്ലേ, അതിലേക്ക് ഒഴിക്കുക. നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെച്ച് ഒന്ന് കടഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം അപ്പം നല്ല ചെറിയ കുറച്ച് ഒന്ന് മധുരം ഒന്ന് സെയിം ആകാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പിടുക. മധുരം ഒന്ന് സെയിം. അതിന് എന്താ മധുരത്തിൻ്റെ പണിയെടുക്കുമ്പോൾ ശർക്കരേൻ്റെ ആയാലും പഞ്ചസാര ചേർക്കുന്നത് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൊടുക്കും. നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഇതിന് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അപ്പം ചുടും. ഇത് നല്ലോണം അടച്ച് വെക്കുക. 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഈ തേങ്ങാക്കൊത്തും എള്ളും ഒന്ന് വറുത്തെടുക്കണം. നെയ്യിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. എള്ളും കൂടി ഒന്ന് ഈ നെയ്യിൽ കൂടെ ഒന്ന് നമ്മൾ കഴുകി നല്ലോണം ക്ലീനാക്കിയ എള്ളല്ലോ, അപ്പോൾ ഒന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുത്താൽ നല്ലതാണ്. തേങ്ങാക്കൊത്തും എള്ളും നല്ലോണം വാടിക്കും. ഇനി ഇത് തണിഞ്ഞിട്ട് നമ്മൾ അപ്പം ചുടുന്നേരം
ചുടുന്നേരം 6 മണിക്കൂർ കഴിഞ്ഞ് അപ്പം ചുടുമ്പാണ് നമ്മൾ ഈ തേങ്ങാക്കൊത്തും എള്ളും ചേർക്കുക. ഇത് തണിയണം, നല്ലോണം തണിയണം. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇവിടെ ഉണ്ട്, ഉള്ളതിനെ കൊണ്ട് അമ്മ ഇതിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അമ്മ ഇവിടെ ഉണ്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും. അപ്പോൾ അമ്മ കുറച്ചൊന്ന് വറുത്തിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു. നെയ്യിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, തേങ്ങാക്കൊത്തുണ്ടല്ലേ. എള്ള്, തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എല്ലാം 6 മണിക്കൂർ കഴിഞ്ഞ് അപ്പം ചുടുമ്പോൾ ആഡ് ചെയ്യും അല്ലേ? ആഡ് ചെയ്യും. എന്താ വെച്ചാൽ തണിയാൻ വെക്കുക. ഓക്കെ. ചൂടോടെ നമ്മൾ അപ്പത്തിൻ്റെ അകത്തിട്ടാൽ മാവ് വെന്ത് പോകും, അതുകൊണ്ട് തണിയാൻ വെക്കും. എന്നിട്ട് 6 മണിക്കൂർ, ഒരു 7 മണിക്കൂറായി. 6 മണിക്കൂർ കഴിഞ്ഞ് ഒരു 7 മണിക്കൂറായി. അപ്പോൾ കൂട്ടി വെച്ച സാധനത്തിൻ്റെ അകത്ത് നമ്മൾ വറുത്ത് വെച്ച പിന്നെ തേങ്ങാക്കൊത്തും പിന്നെ എള്ളും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും, അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ്. നമ്മൾ ഇവിടെ ഉള്ളതിനെ കൊണ്ടും ചേർത്തതാണ്, അത് നിർബന്ധമൊന്നുമില്ല. നിർബന്ധം തേങ്ങാക്കൊത്തും എള്ളും ഒക്കെയാണ് നിർബന്ധം. ഇടാൻ പോവുകയാണ്. ഞാനിത് മോന് കൈമാറുകയാണ്. ഋഷിക്ക് മോൻ ചുട്ട് അവന് നന്നായിട്ട് കാണിക്കല്ലേ ഇല്ല. അങ്ങനെ ഇട്ടാൽ മതി, അല്ലാണ്ട് ഒഴിച്ച് ഉണ്ണിയപ്പത്തിൻ്റെ സംഭവങ്ങളൊക്കെ അമ്മ റെഡിയാക്കി വെച്ചത്. ഇതാ വൈകിട്ട് വന്ന് സുഷീനാണ് ചുടുന്നത്. 6 മണിക്കൂർ അല്ല സുഷീനെ പഠിപ്പിക്കുകയാണ് അമ്മ പോകുന്നതിന് മുന്നേ. ഉണ്ണിയപ്പം എങ്ങനെയാ പഠിക്കുന്നത്? അതൊക്കെ ഇരിക്കില്ലേ വീഡിയോ കട്ട് ചെയ്യില്ല. ഉണ്ണിയപ്പം ചുട്ടെടുത്തേ മോനെ, ഉണ്ണിയപ്പം റെഡി.